പശ്ചിമബംഗാളിൽ വൻ തിരിച്ചടിയും പ്രതിസന്ധിയും നേരിടുന്ന തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വീണ്ടും രാജ്യസഭാംഗം പ്രകാശ് ചിക്ബറയ്ക്ക് രാജിവെച്ചു. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. ഇതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 3ആയി. തൃണമൂൽ കോൺഗ്രസിന് ജനപിന്തുണ നഷ്ടപ്പെട്ടുവെന്നും ജനവികാരം ആണ് രാജിയിലേക്ക് നയിച്ചതെന്നും പ്രകാശ് ചിക്ബറയ്ക്ക് രാജിക്ക് ശേഷം പ്രതികരിച്ചു. BJPയിൽ ചേരുമോ? ഈ ചോദ്യത്തിന് ചിക്ബറയ്ക്ക് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, കാലം തെളിയിക്കും. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ സൈനിക ചരക്ക് വിമാനത്തിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി. എയർബസിൻ്റെ സാങ്കേതിക സഹകരണത്തോടെ ഗുജറാത്തിലെ വഡോദരയിലാണ് വിമാനം നിർമ്മിച്ചത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡാണ് ഇന്ത്യയിലെ നിർമ്മാതാക്കൾ. 21,935 കോടി രൂപ ചെലവിൽ 56 C295 ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ് വ്യോമസേന വാങ്ങുന്നത്. ഇതിൽ 40 വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. വിമാനത്തിൻ്റെ വികസനത്തിലെ നിർണായക ഘട്ടമാണ് ആദ്യ പരീക്ഷണ പറക്കൽ. നിർമ്മാണത്തിൽ സഹകരിച്ച എല്ലാവരെയും വ്യോമസേന അഭിനന്ദിച്ചു.